Good morning. Okay. നമ്മള് ഏതാണ് റെസ്പോൺസിബിലിറ്റി ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ? അതിനകത്ത് നമ്മള് എവിടെ വരെ വരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ജോബ് സമ്മറി ഓഫ് ആൻ OPD എക്സിക്യൂട്ടീവ്. അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? യെസ്. ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതാ? ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ അല്ലെ? ഇവിടെ തുടങ്ങിയല്ലേ ഇനി ക്ലാസ്? ഓക്കെ. പേഷ്യന്റ് കൗൺസിലറിന്റെ ജോബ് സമ്മറി എന്താണ്? ഓക്കെ. Okay. A patient counselor, or also known as a patient advocate or patient liaison. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. പേഷ്യന്റ് കൗൺസിലർ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ്. ചെയ്യണം. ഓക്കെ, പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്യണം. സാരില്ല, നമുക്കൊരു 2-3 ലൈൻ അല്ലേ, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞല്ലേ? അപ്പൊ പേഷ്യന്റ് കൗൺസിലർ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലിയസൺ. പേഷ്യൻസുമായിട്ടൊരു ബന്ധം കൂട്ടിച്ചേർക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ പേഷ്യന്റ് കൗൺസിലർ എന്ന പേരിലൊക്കെ, പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന പേരിലൊക്കെ പേഷ്യന്റ് കൗൺസിലർ അറിയപ്പെടുന്നു. ആ രണ്ടെണ്ണം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. അത് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. എ പേഷ്യന്റ് കൗൺസിലർ ഓൾസോ നോൺ ആസ് ഡാഷ്. ഇതാണ് പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലിയസൺ. പേഷ്യന്റുമായിട്ട് ഒരു ബന്ധമൊക്കെ ഒരു കൂട്ടിച്ചേർക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഹു വർക്ക് നീഡ്ലി. നീഡ്ലി എന്ന് പറഞ്ഞാൽ എന്താ? തീക്ഷ്ണമായി. ഈ പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞ ആരാണ്? ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഹു വർക്ക് നീഡ്ലി വിത്ത് പേഷ്യന്റ് ആൻഡ് ദർ ഫാമിലീസ്. പേഷ്യൻസ് അവരുടെ ഫാമിലി ഒക്കെ ആയിട്ട് തീക്ഷ്ണമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ്. ആൻഡ് ടു എക്സ്റ്റെൻഡ് ഇമോഷണൽ സപ്പോർട്ട്. അവർക്കൊരു വൈകാരിക പിന്തുണ നൽകുന്നു. പേഷ്യൻസിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊടുക്കുന്നു. ഹെൽത്ത് ആയിട്ട് റിലേറ്റ് ചെയ്ത ഹെൽത്ത് എഡ്യൂക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നു. ആൻഡ് അഡ്വക്കസിയുടെ പിന്താങ്ങൽ, ഒരു സപ്പോർട്ട് എന്നുള്ള മീനിങ് തന്നെയാണ്, അല്ലെങ്കിൽ ശുപാർശ, പിന്താങ്ങൽ എന്നുള്ളതൊക്കെയാണ് അഡ്വക്കസി എന്നുള്ള വേർഡിന്റെ മീനിങ്. അപ്പൊ പേഷ്യൻസിനും ഫാമിലിക്കും ഒക്കെ ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നു. ഒരു എഡ്യൂക്കേഷൻ, ഈ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വരുന്ന ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ഒരു പിന്താങ്ങല്, അഡ്വക്കസി, ഒരു പിന്താങ്ങല്, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ഒക്കെ കൊടുക്കുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണ് ഈ പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. The job description of a patient counselor normally includes the following responsibility. Job description. The job description of a patient counselor normally includes the following responsibility. അതൊക്കെയാണ് പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഏതെണ്ണാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഏതൊക്കെയാണ്? പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്, ഒരു വൈകാരിക പിന്തുണ, ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക. എഡ്യൂക്കേറ്റിംഗ് പേഷ്യന്റ് ആൻഡ് ഫാമിലീസ്, പേഷ്യൻസിനെ ഫാമിലീസിനെ ഒക്കെ എന്ത് ചെയ്യുക, എഡ്യൂക്കേറ്റഡ് ആക്കുക. ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യന്റ്, പേഷ്യൻസിനുള്ള ഒരു ശുപാർശ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, ഒരു പിന്താങ്ങൽ കൊടുക്കുക. പ്രൊവൈഡിങ് റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. കോർഡിനേറ്റിംഗ് കെയറുകൾ ഏകോപിപ്പിക്കുക. പരിചരണങ്ങളൊക്കെ ഏകോപിപ്പിക്കുക. ദെൻ ഡെവലപ്പിംഗ് കെയർ പ്ലാനുകൾ ആസൂത്രണം ചെയ്യുക, വികസിപ്പിക്കുക, ഡെവലപ്പ് ചെയ്യുക. ദെൻ മോണിറ്ററിംഗ് പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക. ഓക്കെ, ഇത്രയാണ് അതിന്റെ പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത്. അത് 7 ഇന്ന് നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ ബുക്കില്? അതിലൊന്ന് ഇന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ. ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ്, ദെൻ പേഷ്യന്റ് കൗൺസിലർ എഴുതുക. 7 പോയിന്റ്സും താഴെ എഴുതി വെക്കുക. ക്ലിയർ ആയോ? പോയിന്റ്സ് മാത്രം എഴുതി വെച്ചാൽ മതി. ഓക്കെ,
7 പോയിന്റ്സും നിങ്ങളൊന്ന് എഴുതി വെക്കുക. അതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്ന് ചോദിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളൊന്ന് ബുക്കിലേക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പോയിന്റ്സ് മാത്രം മതി. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. ഒരു ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, ഒരു വൈകാരിക പിന്തുണ കൊടുക്കുക. The patient counselor is accountable for providing emotional support to patient and their families. Patientsനും ഫാമിലിക്കും ഒക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുക. ഒരു എന്താ പറയാ, ഒരു ഇമോഷണൽ, അവര് ഇപ്പൊ രോഗമൊക്കെ വന്ന് അവര് ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിലൊക്കെ അവരെന്താ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അവർക്ക് വേണ്ട എഴുതും പോയിന്റ്സ്. ആരതി ഇവിടെ മെസ്സേജ് ചെയ്തിട്ടല്ലോ, അവർക്ക് അതിന്റെ ഇടയ്ക്ക് എന്താണ് മെസ്സേജ് വന്നതെന്ന് നോക്കിയതാണ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളൊന്ന് പോയിന്റ്സ് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഓർമ്മ കിട്ടൂലോ. അതൊന്ന് ബൈ ഹാർട്ട് തന്നെ പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ റെസ്പോൺസിബിലിറ്റി മാത്രമേ ഉള്ളൂ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോരുത്. അതുകൊണ്ട് പഠിക്കുന്നത് തറവായിട്ട് പഠിക്കുക. പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുമ്പോൾ തന്നെ 7 റെസ്പോൺസിബിലിറ്റിയാ പഠിക്കണേന്ന് ഓർത്ത് വെക്കുക. 7 എണ്ണം പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ പേഷ്യന്റിനും ഫാമിലിക്കും എന്ത് ചെയ്യാ, ഒരു ഇമോഷണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാ? ഹിയറിംഗ് ദർ കൺസേൺ, അവരുടെ ആശങ്കകൾ കേൾക്കുക. അവരുടെ അയ്യോ ഇനി എന്താവും അസുഖം, അല്ലെങ്കിൽ എന്ത് വരും, അല്ലെങ്കിൽ എങ്ങനെയാന്നൊക്കെ ഉള്ളൊരു ആശങ്കകൾ ഉണ്ടാവുമല്ലോ. ഒരു രോഗവും എന്തെങ്കിലും ഇപ്പൊ നമ്മളൊരു രോഗമൊക്കെ വന്നു കഴിയുമ്പോഴൊക്കെ നമുക്ക് അവർക്ക് ഉണ്ടാകുന്ന ഇമോഷണലി നമുക്കൊരു പെട്ടെന്നൊരു അസുഖം, ഒരു മാരകമായിട്ടുള്ള എന്തെങ്കിലും അസുഖമൊക്കെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇമോഷണലി നമ്മൾ ഭയങ്കര ഫീൽ ആവും അല്ലെ, നമുക്ക് ഭയങ്കര ഗ്ലൂമി ആവും നമ്മളാകെ, നമുക്ക് അയ്യോ എന്താന്നുള്ളത്. അപ്പൊ അങ്ങനെ അവരുടെ ആശങ്കകൾ, ആ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അവരുടെ ആശങ്കകളൊക്കെ കേൾക്കുക. ഹിയറിംഗ് ദർ കൺസേൺസ്, അവരുടെ ആശങ്കകൾ കേൾക്കുക. ആൻഡ് ഹെൽപ്പിംഗ് ദം ഡീൽ വിത്ത് ദ ഡയഗ്നോസിസ് ഓർ ഇൽനെസ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഹെൽപ്പിംഗ് ദം ടു ഡീൽ വിത്ത് ദയർ ഡയഗ്നോസിസ്, രോഗനിർണയം, പിന്നെ അതുപോലെ തന്നെ രോഗത്തെ നേരിടാനൊക്കെ അവരെ ഡീൽ ചെയ്യുക, നേരിടാനൊക്കെ ഹെൽപ്പ് ചെയ്യുക. രോഗനിർണയത്തിനും ആ ഒരു ഇൽനെസ്സിനെ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് നേരിടാനുമുള്ള ഒരു ഡീൽ ചെയ്യാനുമുള്ള ഒരു ഹെൽപ്പ്, ഒരു സഹായം ചെയ്തു കൊടുക്കുക. ഓക്കെ, അതാണ് പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ആശങ്കകൾ കേൾക്കുക, അതുപോലെ അവരുടെ ഡയഗ്നോസിസ്, ഇൽനെസ്, ഇതിനെയൊക്കെ നേരിടാനുള്ള ഒരു സപ്പോർട്ടും കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ നേരിടാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇത് തന്നു കഴിഞ്ഞിട്ട് നമ്മളോട് ആർക്കുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ചോദിച്ചാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. പേഷ്യൻസിന് ഒരു സപ്പോർട്ട് കൊടുക്കുക, അത് പേഷ്യന്റ് കൗൺസിലർ അല്ലെങ്കിൽ പേഷ്യന്റ് അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യില്ലേ, കേസും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യലല്ലേ അഡ്വക്കേറ്റ്സ് അല്ലെ. അപ്പൊ അതുപോലെ നോക്കുക. അപ്പൊ രോഗവുമായിട്ട് ഉള്ള കാര്യങ്ങള് അത് ഡയഗ്നോസ് ചെയ്യാൻ, അതിന്റെ ട്രീറ്റ്മെന്റിനെയൊക്കെ നമ്മൾ എങ്ങനെ നേരിടണം എന്നതിനെ ഒരു സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പേഷ്യന്റ് കൗൺസിലറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി. ഇനി ഇത് മറന്നുപോലല്ലോ, ക്ലിയർ അല്ലേ? അത് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ, അവരുടെ ആശങ്കകൾ കേൾക്കാനും ഡയഗ്നോസ്, ഇൽനെസ്സിന്റെ ഒക്കെ എങ്ങനെ നേരിടണം എന്നുള്ളതിന് നേരിടാൻ അവരെ സഹായിക്കാനുള്ള ഒരു പിന്തുണ കൊടുക്കും ഒക്കെ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ നോക്കിയേ, എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. പേഷ്യൻസിനെയും ഫാമിലീസിനെയൊക്കെ എഡ്യൂക്കേറ്റിംഗ്, അവർക്കൊക്കെ എഡ്യൂക്കേറ്റഡ് ആക്കുക, ആ ഒരു ഹെൽത്ത് റിലേറ്റഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. The patient counselor is accountable. Accountable എന്നുള്ളതിന്റെ വേർഡിന്റെ മീനിങ് പഠിച്ചില്ലേ? ഉത്തരവാദിത്തം. എന്തിനു ഉത്തരവാദിത്തം ഉണ്ട്? For educating patient and their families about their diagnosis, treatment option and other side effects of care. ഉണ്ടോ? എന്തിനൊക്കെ ഉള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാ പറഞ്ഞേക്കുന്നത്? ഡയഗ്നോസിസ്, രോഗനിർണയത്തിന്, ട്രീറ്റ്മെന്റ് ഓപ്ഷൻ, അവരുടെ ട്രീറ്റ്മെന്റ്, ഏത് ട്രീറ്റ്മെന്റ് ചെയ്യണം, ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇന്ന ട്രീറ്റ്മെന്റുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഇതായിരിക്കും കുറച്ച് ബെസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, അതിനൊരു നമ്മൾ എന്താ പറയാ, അതിനെക്കുറിച്ചൊരു എഡ്യൂക്കേഷൻ കൊടുക്കാം. ആൻഡ് അതർ സൈഡ് എഫക്ട്സ് ഓഫ് ദി കെയർ, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ആ ഒരു കെയറിൽ, ആ ഒരു പരിചരണത്തിൽ നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാം.
കൊടുക്കാം. ഇന്ന സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്, അപ്പൊ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഇത് ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ആൻഡ് അതർ സൈഡ് എഫക്ട്സിനെ കുറിച്ച് പേഷ്യൻസിനും ഫാമിലിക്കും ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് ഈ പേഷ്യന്റ് കൗൺസിലറിന്റെ ഒരു അടുത്ത ഒരു റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. അതിനുള്ള ഒരു ഉത്തരവാദിത്വം പേഷ്യന്റ് കൗൺസിലറിന് ഉണ്ട്. മനസ്സിലായില്ലേ? പേഷ്യൻസിനെയും ഫാമിലീസിനെയും എഡ്യൂക്കേറ്റഡ് ആക്കുക എന്നുള്ളത് ഉള്ള ഒരു ഉത്തരവാദിത്വം. എന്തിനെ കുറിച്ചാണ്? അവരുടെ ഡയഗ്നോസിസുമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞ് അവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ്, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. അഡ്വക്കേറ്റിംഗ്, വാദിക്കുക അല്ലെങ്കിൽ ശുപാർശ ചെയ്യുക, ഒരു പിന്താങ്ങുക എന്നുള്ള മീനിങ് ഒക്കെയാണ് ഈ അഡ്വക്കേറ്റിംഗ് എന്ന് വരുന്നത്. അഡ്വക്കേറ്റിംഗ് രോഗികൾക്ക് വേണ്ടി വാദിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ശുപാർശ ചെയ്യുന്നത് എന്നൊക്കെയുള്ള മീനിങ്. The patient counselor is accountable for advocating for patient and their families, helping them navigate the healthcare system and making sure that their needs are met. Okay, the patient counselor is accountable for advocating for patient and their families. പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും കുടുംബത്തിനും ഒക്കെ ഒരു ശുപാർശ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അവരെ ഒരു സപ്പോർട്ട് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കുന്നതിനൊക്കെ ഉള്ള ഒരു ഉത്തരവാദിത്തം നിയമപരമായിട്ട് എന്തെങ്കിലും ഇതൊക്കെ വരുവാണെങ്കിൽ ഇവർക്ക് അതിനകത്ത് ഇടപെടാം. അപ്പൊ പേഷ്യൻസിന്റെ ഭാഗത്ത് നിന്നും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ഓക്കെ, ഹെൽപ്പിംഗ് ദം നാവിഗേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം. ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്ന, നാവിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എത്തിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ്. ഹെൽപ്പിംഗ്, അത് എത്തിക്കുന്നതിന് സഹായിക്കുന്നു. ഹെൽപ്പിംഗ് ദം നാവിഗേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം. ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ കൊടുക്കുന്നു. Then, and making sure that their needs are met. അവരുടെ ആവശ്യങ്ങള് നിറവേറ്റുന്നുണ്ട്. ഹോസ്പിറ്റല് അവരുടെ നീഡ്സുകളും ആവശ്യങ്ങള് നിറവേറ്റുന്നത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നോക്കി, ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് their needs are met. അവരുടെ ആവശ്യങ്ങള് ഹോസ്പിറ്റല് നിറവേറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പൊ ഇതിനുള്ള ഒരു ഉത്തരവാദിത്വം ഒക്കെ ഈ പേഷ്യന്റ് കൗൺസിലറിന് ഉണ്ട്. ഓക്കെ, is accountable for advocating for patient and their families, helping them navigate the healthcare system അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, and making sure that their needs are met. അവരുടെ ആവശ്യങ്ങള് ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതൊക്കെ ഈ പേഷ്യന്റ് അഡ്വക്കേറ്റ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതിനുള്ള ഉത്തരവാദിത്തം ഉണ്ട്. ഇനി അടുത്ത നോക്കിയേ, നാലാമത്തെ പോയിന്റ് എന്താ? പ്രൊവൈഡിങ് റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, അനുവദിക്കുക. The patient counselor is accountable for providing patient and their families with the resource and information about support groups, financial assistance, സാമ്പത്തിക സഹായം, financial assistance and other services may be available to them. Okay, പേഷ്യന്റിനും അവരുടെ ഫാമിലീസിനും ഒക്കെ ഒരു അസിസ്റ്റന്റ് സപ്പോർട്ട് ഗ്രൂപ്പ്സ്, ഒരു സഹായ ഗ്രൂപ്പുകള്, അവർക്ക് വേണ്ട ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്, സാമ്പത്തിക സഹായം, മറ്റുള്ള സേവനങ്ങള്, അവർക്ക് ലഭ്യമായേക്കാവുന്ന മറ്റുള്ള സേവനങ്ങള്. ഓക്കെ, ഇതൊക്കെയാണ് സപ്പോർട്ട് ഗ്രൂപ്പ്സ്, ഇൻഫർമേഷൻ എബൌട്ട് സപ്പോർട്ട് ഗ്രൂപ്പ്സ്. ഒരു സഹായ ഗ്രൂപ്പുകള്, ഏതൊക്കെ ഗ്രൂപ്പുകള് അവരെ ഹെൽപ്പ് ചെയ്യും, അവര് അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള ആ ഒരു ഗ്രൂപ്പുകള്, അവരുടെ ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്, സാമ്പത്തിക സഹായം, മറ്റുള്ള സർവീസുകൾ, അവൈലബിൾ ടു ദം, അവിടെ ലഭ്യമായേക്കാവുന്ന മറ്റുള്ള സേവനങ്ങൾ എന്നിവയെ കുറിച്ചുള്ള ഇൻഫർമേഷനും റിസോഴ്സുകളും നൽകുന്നതിന്, ആർക്ക്? പേഷ്യന്റിനും ഫാമിലിക്കും നൽകുന്നതിന് ഈ പേഷ്യന്റ് കൗൺസിലറിന് ഉത്തരവാദിത്തമുണ്ട്. ലാസ്റ്റ് സെന്റൻസ് ചെയ്തോടുക കേട്ടോ. ഇതിനൊക്കെയാ അവരുടെ സഹായ ഗ്രൂപ്പുകള്, ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്, സാമ്പത്തിക സഹായം, അവർക്ക് ലഭ്യമായേക്കാവുന്ന മറ്റുള്ള സർവീസുകൾ,
എന്നിവയെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ അറിവും അതിനു വേണ്ടിയിട്ടുള്ള വിഭവങ്ങള് റിസോഴ്സുകള് പേഷ്യന്റിനും ഫാമിലിക്കും പ്രൊവൈഡ് ചെയ്യുന്നതിന് ഈ പേഷ്യന്റ് കൗൺസിലറിന് ഉത്തരവാദിത്തമുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ലാസ്റ്റ് ലൈനിൽ തൊട്ട് തിരിച്ച് ബാക്കിലേക്ക് പറയാട്ടോ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, കോർഡിനേറ്റിംഗ് കെയർ. കെയർ കോർഡിനേറ്റ് ചെയ്യുക. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക. The patient counselor is accountable for organizing care between healthcare providers and ensuring that patients receive the essential services and treatment. Okay, the patient counselor is accountable for organizing care between healthcare providers. Healthcare providers ന്റെ ഇടയിലുള്ള അവരുടെ ഇടയിലുള്ള ഒരു കെയർ അത് ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഇടയിലുള്ള ഒരു കെയർ ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുന്നതിനും. പിന്നെ അടുത്ത നോക്കിയേ, ആൻഡ് എൻഷുറിംഗ് ദാറ്റ് പേഷ്യന്റ് റിസീവ് ദ എസെൻഷ്യൽ സർവീസസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഉറപ്പുവരുത്തുക. എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക പേഷ്യൻസ് ഈ എസെൻഷ്യൽ അവർക്ക് ലഭ്യമായേക്കാവുന്ന അത്യാവശ്യമായിട്ടുള്ള സർവീസുകള് ട്രീറ്റ്മെന്റ് ഒക്കെ സ്വീകരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ പേഷ്യന്റ് കൗൺസിലറിന്റെ ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള സർവീസുകള് ട്രീറ്റ്മെന്റും ഒക്കെ അവര് സ്വീകരിക്കുന്നുണ്ട്, ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവര് റിസീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതും പേഷ്യന്റ് കൗൺസിലറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. കോർഡിനേറ്റിംഗ് കെയറുകൾ ഏകോപിപ്പിക്കുക. ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? The patient counselor is accountable for organizing care between health care providers. ആ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നവര് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഇടയിലുള്ള എന്തൊക്കെ കെയറുകൾ കൊടുക്കണം, അവർക്ക് തമ്മിലുള്ള ഒരു ഡിസ്കഷനും കാര്യങ്ങളും ഉണ്ടാവില്ല, അത് ഓർഗനൈസ് ചെയ്യുന്നതിന്. ഓർഗനൈസിംഗ് കെയർ ബിറ്റ്വീൻ ദ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് ഇടയിലുള്ള അവർക്കിടയിലുള്ള കെയറുകൾ ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുന്നതിനും പേഷ്യൻസ് ഈ അവർക്ക് എസെൻഷ്യൽ അത്യാവശ്യമായിട്ടുള്ള സർവീസുകളും ട്രീറ്റ്മെന്റും റിസീവ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഈ പേഷ്യന്റ് കൗൺസിലറിന്റെ ഉത്തരവാദിത്തമാണ്. കോർഡിനേറ്റിംഗ് കെയർ. അടുത്ത് നോക്കിയേ, ഡെവലപ്പിംഗ് കെയർ പ്ലാൻ. The patient counselor is accountable for developing care plans for patient. അതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം അവിടെ. The patient counselor is accountable for developing care plan for patient. അവിടെ ചോദിക്കാം, Dash is accountable for developing care plan for patient. അല്ലെങ്കിൽ അവിടെ നമുക്ക് ആരാണ് അവിടെ ഈ കെയർ പ്ലാനുകൾ, പേഷ്യൻസിന് വേണ്ട കെയർ പ്ലാനുകൾ ആസൂത്രണം ചെയ്യാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഉള്ളത് ആർക്കാണ്, അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഇത് ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അങ്ങനെയും ചോദിക്കാം. ഈ ഡെവലപ്പിംഗ് കെയർ പ്ലാൻ എന്നുള്ള പോയിന്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കണ്ടല്ലോ, അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാവുന്നേ ഉള്ളൂ. പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് കെയർ പ്ലാൻ ഫോർ പേഷ്യന്റ്, which include ഏതൊക്കെയാ വരുന്നത് കെയർ പ്ലാൻസിൽ വരുന്നത്? ഓക്കെ, which include identify the requirements and goals. പേഷ്യൻസിന്റെ ആവശ്യങ്ങള്, റിക്വയർമെന്റ്സ്, ഗോള്, ലക്ഷ്യങ്ങളൊക്കെ മനസ്സിലാക്കുക. Identify the requirements and goals and working with the healthcare providers to make sure that the needs are met. അവരുടെ എന്താ പറയാ, ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായി ചേർന്നിട്ട് വർക്കിംഗ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായി ചേർന്നിട്ട് ഈ ആവശ്യങ്ങള് നിറവേറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇതാണ് ഡെവലപ്പിംഗ് കെയർ പ്ലാൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അവരുടെ റിക്വയർമെന്റ്സ്, പേഷ്യൻസിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ലക്ഷ്യം, ഗോൾസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായി ചേർന്നിട്ട് അവരുടെ ഈ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് വർക്കിംഗ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് to make sure that the needs are met. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട്,
ആ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആയിട്ട് ചേർന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ ഹോസ്പിറ്റലിൽ നിറവേറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എല്ലാ കെയറുകളും കൊടുക്കുന്നുണ്ട്. പ്ലാൻ ഈ നമ്മളെ രോഗി പരിചരണം ആസൂത്രണം ചെയ്യുക എന്നാണ് ഈ കെയർ പ്ലാൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. 1 to 5 ആണോ? 1 to 5 ആ ഫസ്റ്റ് ലൈനുകളൊക്കെ അതൊക്കെ തന്നെയാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തേല് നമുക്ക് കൊടുക്കാം ഫസ്റ്റ് ലൈനില് ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട് ടു പേഷ്യന്റ് ആൻഡ് ഫാമിലീസ്, അങ്ങനെ കൊടുക്കാം. ആ ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അതെന്തൊക്കെയാന്നാ പിന്നെ പറഞ്ഞേക്കുന്നത്? ഹിയറിംഗ് ദെയർ കൺസേൺ ആൻഡ് ഹെൽപ്പിംഗ് ഡീൽ വിത്ത് ദ ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്. ആ ഒരു ഫസ്റ്റ് ലൈൻ അടയാളപ്പെടുത്താം. പിന്നെ അടുത്തത് രണ്ടാമത്തേൽ നോക്കിയേ, ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ എഡ്യൂക്കേറ്റിംഗ് പേഷ്യന്റ് ആൻഡ് ദെയർ ഫാമിലീസ്, അത് കൊടുക്കാം. അതിനകത്ത് പോയിന്റ്സിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകം ഞാൻ അണ്ടർലൈൻ ചെയ്തിടാൻ പറയാത്തത്. എല്ലാം സെയിം തന്നെ വരുന്നത്. ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ എഡ്യൂക്കേറ്റിംഗ് പേഷ്യന്റ് ആൻഡ് ദെയർ ഫാമിലീസ്. പിന്നെ അടുത്ത് നോക്കി, അഡ്വക്കേറ്റ്, ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് accountable for advocating for patient and their families. അത് തന്നെയാ വരുന്നത്. ആ ഒരു ലൈൻ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. അടുത്തതിൽ നോക്കിയേ, പ്രൊവൈഡ് റിസോഴ്സ്. ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ പ്രൊവൈഡിംഗ് പേഷ്യന്റ് ആൻഡ് their families with റിസോഴ്സ് ആൻഡ് ഇൻഫർമേഷൻ. റിസോഴ്സ് ആൻഡ് ഇൻഫർമേഷൻ അത്. പിന്നെ അടുത്ത കോർഡിനേറ്റിംഗ് കെയർ. The patient counselor is accountable for organizing care between healthcare providers and ensuring. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി അത്. പിന്നെ അടുത്ത കെയർ പ്ലാന് പറഞ്ഞത് ലാസ്റ്റത്തെ, അതിനകത്ത് ആ ഒരു ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. The patient counselor is accountable for developing care plan for patients. Okay. അപ്പോ നമ്മൾ എന്താ പറഞ്ഞ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് കൂടി ചേർന്നിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ലാസ്റ്റത്തെ പോയിന്റ് ആണ് മോണിറ്ററിംഗ് പ്രോഗ്രസ്. പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക. മോണിറ്ററിംഗ് പ്രോഗ്രസ്. ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ മോണിറ്ററിംഗ് പേഷ്യന്റ് പ്രോഗ്രസ്. അണ്ടർലൈൻ ചെയ്തിട്ടോ. സെയിം തന്നെയാ വരുന്നത് കേട്ടോ. ആ പോയിന്റ് തന്നെയാണ്. അതിനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് മാത്രമേ വരുന്നുള്ളൂ എക്സ്ട്രാ ആയിട്ട്. The patient counselor is accountable for monitoring patient progress. പേഷ്യൻസിന്റെ പ്രോഗ്രസ്, ആ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് അവരുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട്, ആ പുരോഗതിനെ മോണിറ്റർ ചെയ്യുക. The patient counselor is accountable for monitoring patient progress. പേഷ്യൻസിന്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുക. Evaluating their needs. അവരുടെ നീഡ്സുകൾ, ആവശ്യങ്ങളെ വിലയിരുത്തുക, ഇവാലുവേറ്റ് ചെയ്യുക. And making adjustment to their care plan as necessary. അവരുടെ ആ ഒരു പരിചരണ പദ്ധതികളിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വരുത്തുന്നതിനും പേഷ്യന്റ് കൗൺസിലറിന് ഉത്തരവാദിത്വം ഉണ്ട്. നോക്കിയേ, ലാസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത് അവിടെ, അക്കൗണ്ടബിൾ ഫോർ മോണിറ്ററിംഗ് പേഷ്യന്റ് പ്രോഗ്രസ്. പേഷ്യൻസിന്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്, നിരീക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. ഇവാലുവേറ്റിംഗ് ദർ നീഡ്സ് ആൻഡ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് ടു ദർ കെയർ പ്ലാൻ ആസ് നെസസറി. അവരുടെ ആവശ്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക. പിന്നെയോ, ആൻഡ് മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ് ടു ദർ കെയർ പ്ലാൻ ആസ് നെസസറി. ആവശ്യമായ അവരുടെ പരിചരണ പദ്ധതിയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആ ട്രീറ്റ്മെന്റിൽ, ആ കെയർ പ്ലാനിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുത്തുന്നതിനും അത്യാവശ്യമാണെങ്കിൽ കേട്ടോ, കെയർ പ്ലാൻ ആസ് നെസസറി. അത്യാവശ്യമാണെങ്കിൽ നമുക്ക് അവരുടെ ആ ആസൂത്രണ പരിചരണ പദ്ധതിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുത്തുന്നതിനും ഉള്ള ഒരു അധികാരം ഈ പേഷ്യന്റ് കൗൺസിലറിന് ഉണ്ട്. അപ്പൊ ആ 7 പോയിന്റ്സും ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഒരു ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട്, ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് വരുന്നത്. ഓവറോൾ ദ റോൾ ഓഫ് ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് ടു എക്സ്റ്റെൻഡ് സപ്പോർട്ട് ആൻഡ് അഡ്വക്കസി ഫോർ പേഷ്യന്റ് ആൻഡ് ദെയർ ഫാമിലീസ്. പേഷ്യൻസിനും ഫാമിലിക്കും സപ്പോർട്ട് കൊടുക്കുക, അവർക്കുള്ള ഒരു ശുപാർശ അല്ലെങ്കിൽ ഒരു പിന്താങ്ങൽ കൊടുക്കുക എന്നുള്ളതാണ് ഓവറോൾ ആയിട്ട് നമ്മൾ പേഷ്യന്റ് കൗൺസിലറുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നോക്കിയേ, ഹെൽപ്പിംഗ് ദം നാവിഗേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം. നമ്മൾ പറഞ്ഞല്ലേ, ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് അവരെ എത്തിക്കുക. ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് ദേ റിസീവ് ഹൈ ക്വാളിറ്റി കെയർ. പിന്നെ എന്താ പറഞ്ഞേക്കുന്നേ, ആൻഡ് മേക്ക് ഉറപ്പുവരുത്തുക
and making sure that they receive high quality care. അവര് ശരിയായ നല്ല ക്വാളിറ്റി കെയർ സ്വീകരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അവരെ ഹെൽത്ത് കെയറിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തമൊക്കെ ഈ പേഷ്യന്റ് കൗൺസിലറിന് ഉണ്ട്. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എമ്പതി. എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി, സഹാനുഭൂതി, എമ്പതി. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. Strong communication skill, empathy, sahanubhuti, and a deep understanding of healthcare system. Healthcare system te kurichulla oru deep, ആഴത്തിലുള്ള ഒരു ആഴത്തില് അറിയുന്നതായിരിക്കണം. ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ ആഴത്തില് അറിയുന്നതായിരിക്കണം. അത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതേക്കുറിച്ച് നല്ല അറിവ് വേണം. And healthcare system and services necessary for success in its role. അവരുടെ റോളിന്റെ വിജയത്തിന് ഈ കാര്യങ്ങളെല്ലാം വേണം. അത് അണ്ടർലൈൻ ചെയ്തിട്ടേ. ലാസ്റ്റ് എന്തൊക്കെ വേണം എന്നുള്ളത്? സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എമ്പതി ആൻഡ് ഡീപ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ആൻഡ് സർവീസസ് are necessary for success in roles. അവരുടെ റോളിലെ ആ ഒരു പേഷ്യന്റ് കൗൺസിലർ എന്ന റോളിന്റെ വിജയത്തിന് ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യമാണ്. എന്തൊക്കെയാ? സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എമ്പതി, ഡീപ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് സർവീസസ്. ക്ലിയർ ആയോ? ആ പാരഗ്രാഫ് ക്ലിയർ ആണോ? ലാസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ട. ഓക്കെ, അത് നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെ വീണ്ടും ഒന്ന് കൺക്ലൂഡ് ചെയ്ത് തന്നിട്ടുണ്ടെന്നുള്ളൂ. അപ്പൊ അതിനകത്ത് നമ്മള് ലാസ്റ്റ് ലൈൻ ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കാം. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നല്ല കഴിവുണ്ടേ കമ്മ്യൂണിക്കേഷൻ. ചില ആളുകൾ അധികം സംസാരിക്കില്ല, പക്ഷെ അവരെ കൊണ്ടുവന്ന് ഈ ഒരു റെസ്പോൺസ് പേഷ്യൻസുമായിട്ട് അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ, സംസാരിക്കാനൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അധികം സംസാരിക്കില്ലാത്ത ആളെ കൊണ്ടുവന്ന് നമുക്ക് ആ ഒരു പൊസിഷനിൽ വെക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ അവരോട് എമ്പതി, ഒരു സഹാനുഭൂതി വേണം അല്ലെ? അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണ്ടേ? ചില ആളുകളുണ്ട് സെൽഫ് മൈൻഡ് ആയിട്ട്, മറ്റുള്ളവർ എങ്ങനെയായാലും കുഴപ്പമില്ല, എന്റെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ആളുകളുണ്ട് അല്ലെ? സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു മൈൻഡ് ഉള്ള ഒരാളെ കൊണ്ടുവന്ന് ഈ ഒരു പൊസിഷനിലേക്ക് വെക്കാൻ പറ്റില്ല. നമുക്ക് അവരോട്, നമ്മുടെ ഒരു ഈ പേഷ്യൻസിനോടൊക്കെ ഒരു നല്ലൊരു കാരുണ്യമായിട്ട് ഒരു സഹാനുഭൂതി, എമ്പതി വേണം. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമല്ല അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ, അവരെ എല്ലാ രീതിയിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഹെൽത്ത് കെയർ സിസ്റ്റം, അവരുടെ സർവീസുകളെ കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള അറിവും വേണം. ക്ലിയർ ആയില്ല? മൂന്നെണ്ണം അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എമ്പതി ആൻഡ് ഡീപ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം ആൻഡ് സർവീസസ്. ക്ലിയർ അല്ലേ? ഓക്കെ, അത്രയും പഠിച്ചു വെക്കുക. ഇന്ന് 7 പോയിന്റ് നോട്ടിലേക്ക് എഴുതി വെക്കുക. ഇനി അടുത്ത ഒരു ചെറിയൊരു കാര്യം കൂടി ഉള്ളൂ, ഒരു പേജ് കൂടി ഉള്ളൂ, നമ്മൾ ആ ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞു. ഓക്കെ, ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്. ഇത് സിമ്പിൾ ആണ്, ഇതെല്ലാം അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്. നോൺ ക്ലിനിക്കൽ ജോബ് നമ്മൾ പറഞ്ഞു, ഈ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ക്ലിനിക്കൽ അല്ലല്ലോ, ചികിത്സാപരമായിട്ടുള്ളതല്ല, അല്ലാതെ നോൺ ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ഒക്കെയാണ്, കാര്യങ്ങളൊക്കെയാണ് അവര് ചികിത്സാ സംബന്ധമല്ലാത്ത. എന്നാൽ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ ഒരു സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ഈ അഡ്മിനിസ്ട്രേറ്റർ ആണ് അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടീസ് ആണ്. അപ്പൊ ഈ നോൺ ക്ലിനിക്കൽ ജോബുകളും എന്താണ്, വളരെയധികം അത്യാവശ്യമാണ് അല്ലെ? ഈ ഹോസ്പിറ്റലിന്റെ ഒരു വെറുതെ ട്രീറ്റ്മെന്റ് മാത്രം കൊടുത്താൽ പോരല്ലോ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതും എല്ലാം നീറ്റ് ആയിരിക്കണം അല്ലെ? അപ്പൊ അവർക്ക് വേണ്ട ബേസിക് സ്കിൽസ് എന്തൊക്കെയാണ്? നോൺ ക്ലിനിക്കൽ ജോബ്സിന് വേണ്ട ബേസിക് സ്കിൽസ് ഏതൊക്കെയാണ്? ഇതുപോലെ ഇതിൽ 10 പോയിന്റ് വരുന്നുണ്ട്. 10 എണ്ണം കാണാതെ പഠിച്ചു വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബേസിക് സ്കിൽസ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ സ്കില്ലുകൾ? ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഉള്ളിലേക്കുള്ളതൊന്നും ഇത് വായിച്ചാൽ മതി. ആ മെയിൻ പോയിന്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ 10 സ്കില്ലും ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് വേഗം പഠിച്ചു വെച്ചേക്കാം. Okay, non-clinical staff in hospital need a range of skills to effectively do their jobs. റോള്, അവരുടെ റോളുകള് ഫലപ്രദമായി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി കഴിവുകൾ ആവശ്യമാണെന്ന് അവർക്ക്
നോൺ ക്ലിനിക്കൽ ജോബ്സ് നമുക്ക് പല കഴിവ് വേണം. എന്തിനു വേണ്ടിയിട്ടാ? ഒരു എന്താ പറയാ, അത് ഫലപ്രദമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽ നീഡ് എ റേഞ്ച് ഓഫ് സ്കിൽസ് ടു effectively ഫലപ്രദമായിട്ട് ടു ഡു ദെയർ റോൾസ് അവരുടെ ആ റോള്, ആ നോൺ ക്ലിനിക്കൽ എന്നുള്ള റോൾ ഉണ്ടല്ലോ, ആ ജോബ്, അതില് ആ ജോബ് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റലിന്റെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഒരു നല്ലൊരു എന്താ പറയാ, ഒരു സ്കില്ലുകൾ വേണം. സ്കിൽസ് കണ്ടോ, പല കഴിവുകൾ വേണം. സം ഓഫ് ദ കീ സ്കിൽസ് ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽ കൺസിസ്റ്റ് ഓഫ്. ഹോസ്പിറ്റലിലെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണ്ട ചില കീ സ്കിൽസുകളാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം നമുക്ക് സ്കിൽസ് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് നോക്കിയേ, നമ്മൾ പഠിച്ചത് തന്നെയല്ലേ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് വേണം, കസ്റ്റമർ സർവീസ് സ്കില്ല് വേണം, കസ്റ്റമറിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ, അതായത് പേഷ്യൻസ് ആണല്ലോ ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറയുന്നത്, ആ കസ്റ്റമറിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാനുള്ള ഒരു സ്കില്ല് വേണം. ഓർഗനൈസേഷണൽ സ്കില്ല്, അടുത്ത് നോക്കിയാൽ ഓർഗനൈസ് ചെയ്യാൻ, എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ സ്കില്ല് വേണം. ടെക്നോളജിക്കൽ സ്കില്ല് വേണം. ടെക്നോളജി, IT, ഇതൊക്കെ കമ്പ്യൂട്ടർ സാധനങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ അവർ അറിഞ്ഞിരിക്കണം. ടെക്നോളജിക്കൽ സ്കില്ല് വേണം. പ്രോബ്ലം സോൾവിങ് സ്കില്ല്, പ്രോബ്ലം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് വേണം. അടുത്ത് നോക്കിയേ, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്, രഹസ്യാത്മകത വേണം. പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ റിസപ്ഷന്റെ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതിനകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു രഹസ്യാത്മകത കാത്തു സൂക്ഷിക്കണം. എല്ലാവരോടൊന്നും അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് നമ്മൾ ആ റിസപ്ഷനിസ്റ്റിന്റെ ഇതിനകത്തൊക്കെ വരുന്നതാണ്. ഇത് ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് വെച്ചാൽ അവർക്കൊരു രഹസ്യാത്മകത, ആൻഡ് എത്തിക്സ്, ധാർമ്മികത. പിന്നെ അവിടുത്തെ ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. ടീം വർക്ക് അതൊരു ഒരാളുടെ കാര്യമല്ലല്ലോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ്, അത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഒരു പ്രയത്ന ഫലമാണത്. ഒരു ടീം വർക്കാണ്, ഒരു ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. അവിടെ എല്ലാവരും തമ്മിൽ ഒരു സഹകരണം വേണ്ടേ, ഒരു കൊളാബറേഷൻ വേണം, അത് സഹകരണം വേണം. പിന്നെ അഡാപ്റ്റബിലിറ്റി, പൊരുത്തപ്പെടാനുള്ള കഴിവ് വേണം, പൊരുത്തപ്പെടൽ വേണം. എംപതി ആൻഡ് കമ്പാഷൻ, സഹാനുഭൂതിയും അനുകമ്പയും വേണം. എംപതി, സഹാനുഭൂതി, കമ്പാഷൻ, അനുകമ്പയും വേണം. ദെൻ കൾച്ചറൽ കോമ്പിറ്റൻസ്, സാംസ്കാരിക കഴിവ് വേണം. ഇത്രയും കാര്യങ്ങൾ വേണം. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ഒന്ന് നോക്കാം. ഈ 10 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഫസ്റ്റ് ആണ്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ് നോൺ ക്ലിനിക്കൽ ജോബ്സിൽ വരുന്ന സ്കില്ലുകൾ ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. നമ്മുടെ റോളിൽ വരുന്ന സ്കില്ല് 10 എണ്ണം ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. പേഷ്യന്റ് കൗൺസിലറിന് എത്ര എണ്ണം ഉണ്ടായിരുന്നു? എത്ര പോയിന്റ്സ്? ആദ്യം തന്നെ നമ്മൾ എത്ര പോയിന്റ് ഉണ്ടെന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരിക. എത്ര പോയിന്റ് ഉണ്ടായിരുന്നു പേഷ്യന്റ് കൗൺസിലറിന്റെ? 7 എണ്ണം. ഇനി നമ്മൾ ഏതൊക്കെയാണ് 7 എണ്ണം എന്നൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. അതുപോലെ ഇവിടെ നമ്മൾ നോൺ ക്ലിനിക്കൽ ജോബ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, നോൺ എത്ര ഉണ്ട്? 10 എണ്ണം ഉണ്ട്. 10 സ്കില്ലുകളാണ് നമ്മൾ പറയുന്നത്. ഓരോന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. ഈ ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ തീർക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമുക്ക് നല്ലോണം കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കഴിവ് വേണം. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നെസസറി ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ടു എഫക്റ്റീവ്ലി ഇന്ററാക്ട് വിത്ത് പേഷ്യന്റ്, വിസിറ്റേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ് മെമ്പേഴ്സ്. പേഷ്യൻസ്, വിസിറ്റേഴ്സ്, മറ്റുള്ള സ്റ്റാഫ് മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് നല്ല ഫലപ്രദമായ രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്നതിന് എന്ത് വേണമെന്നാ പറഞ്ഞേക്കുന്നത്? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. അത് ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേരെ, എങ്കിലും അത് വേണമെന്നില്ല. എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വരുന്നുണ്ടല്ലോ, വരുന്നുണ്ട്. പേഷ്യൻസിന്, വിസിറ്റേഴ്സിന്, മറ്റുള്ള സ്റ്റാഫ് മെമ്പേഴ്സും ഒക്കെ ഒരു ഫലപ്രദമായിട്ടുള്ള രീതി, എഫക്റ്റീവ്ലി ഫലപ്രദമായ രീതിയിൽ അവരോട് ഇന്ററാക്ട് ചെയ്യാൻ, സംസാരിക്കാനുള്ള ഒരു കഴിവ് വേണം. ഓക്കെ. Okay, they should be able to communicate clearly and empathetically, both verbally and in writing. ഇനി എങ്ങനെ വേണം? They should be able to communicate clearly. എങ്ങനെ സംസാരിക്കണം? ചില ആളുകളുണ്ട് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെ? അങ്ങനെയില്ലേ?
ചിലര് നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ക്ലിയർ ആവുന്നില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങള് കേൾക്കുന്ന ആളുകൾക്ക് വ്യക്തമാവണം. എന്നല്ലേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. വേണ്ടേ? ഞാനിവിടെ നിന്ന് കളകളാന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവോ? നമ്മൾ എന്ത് കാര്യമാണ് ഞാനിവിടെ ഇന്ന് പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആവണം. എങ്കിലാണ് എനിക്കൊരു സംതൃപ്തി ഉള്ളൂ. നിങ്ങളും ആ ക്ലാസ്സിൽ ഇരുന്നതിന് നിങ്ങൾക്ക് ഒരു പ്രയോജനമുള്ളൂ. അല്ലേ? ഇപ്പൊ ഇവിടത്തെ നോക്കണ്ട എന്താ വെച്ചാൽ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലേ? അത് ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ സ്കൂളുകളിലൊക്കെ പഠിച്ചപ്പോഴാണെങ്കിലും എല്ലാ ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടമാണോ? എല്ലാവരെയും. അത് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ചില ടീച്ചേഴ്സ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. ഇല്ലേ? ഇല്ലേ? യെസ്. എന്തുകൊണ്ടാ? ആ ടീച്ചറും നമ്മളും തമ്മിലൊരു നല്ലൊരു ബന്ധമുണ്ട്. എന്തുകൊണ്ടാ? ആ ടീച്ചർ നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. ഇല്ലേ? നല്ല രീതിയിൽ ക്ലാസ് തരുന്നുണ്ട്. ടീച്ചർ പറയുന്നത് വ്യക്തമാവുന്നുണ്ട്. അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടീച്ചറിനെ ഇഷ്ടം. നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ? എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ മുതലേ ഈ ഒരു ടീച്ചിങ് പ്രൊഫഷൻ തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് വീണ്ടും ഇതെല്ലാം ഞാൻ ആ ഒരു ഇതിലേക്ക് തന്നെ ചെയ്തത്. നമുക്ക് ഉണ്ടാവുമല്ലോ, ചെറുപ്പം മുതൽ ഉണ്ടാവില്ലല്ലോ ഓരോ ടീച്ചേഴ്സ് നമ്മുടെ ഒരു റോൾ മോഡൽ ഉണ്ടാവും. അവരെ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങനെ ആവണം, നമുക്ക് അവരെ പോലെ ആവണം എന്നൊരു മനസ്സ് ഉണ്ടാവും. അപ്പൊ അതാണ് നമ്മൾ ഇപ്പൊ +2 ഒക്കെ കോമൺ ആയിട്ട് എല്ലാവരും പഠിച്ചിട്ട് ഓരോരുത്തർക്കും അവരുടേതായ ഒരു ഫീൽഡ് നമ്മൾ തിരഞ്ഞെടുക്കുന്നേ അല്ലെ? അപ്പൊ എനിക്ക് ഒരു ടീച്ചിങ് ഒരു പ്രൊഫഷനോടായിരുന്നു എനിക്കൊരു താല്പര്യം, ഇഷ്ടം. ചെറുപ്പം മുതൽ അങ്ങനെ വേണമെന്നായിരുന്നു മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഡിഗ്രി കഴിഞ്ഞ് B.Ed ഒക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു വഴിക്ക് ആ ഒരു കോഴ്സ് അങ്ങനെ ആ ഒരു ഇതിലേക്ക് ഞാൻ അങ്ങ് പോയി. നിങ്ങളും ഓരോരുത്തരും അങ്ങനെയായിരിക്കും. നമുക്ക് അതുവരെ ബേസിക് പഠിച്ചിട്ട് പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് നമുക്കപ്പോ ചിലര് നമുക്ക് ഉണ്ടാവും റോൾ മോഡൽ എന്ന് പറയുന്നത് അല്ലേ? നല്ല നീറ്റാണ്, അവര് പക്കയാണ്. എല്ലാവരെയും ഒരുപോലെ നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ 10 സബ്ജക്ട് നമ്മൾ പഠിക്കണമെങ്കിൽ 10 ടീച്ചറും ഒരുപോലെ നിങ്ങൾക്ക് ഇതാവണമെന്നുണ്ടോ? 10 പേരും പറയുന്നത് ഒരേപോലെ ക്ലിയർ ആവണമെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ? 10 പേര് 10 സ്റ്റൈലിലായിരിക്കും എടുക്കുന്നത്. അതില് ചിലർക്ക് നമ്മൾക്ക് ഇഷ്ടാവും. നമ്മളുടെ ഒരു സ്റ്റൈലില് അല്ലെങ്കിൽ നമുക്ക് വ്യക്തമാവുന്ന രീതിയിൽ പറഞ്ഞ് നമ്മളോട് കുറച്ചും കൂടി ഇരക്കാവുമ്പോ ആ ടീച്ചേഴ്സിനോട് നമുക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും. ആ ടീച്ചറിന് നമ്മളെ ഇഷ്ടപ്പെട്ട ഓൾറെഡി എന്ത് ചെയ്യും? ആ സബ്ജക്ട് നമ്മൾ പഠിക്കും. അങ്ങനെയല്ലേ? ചിലപ്പോ നമുക്ക് ടീച്ചറിനെ ഇഷ്ടമല്ലെങ്കിൽ അപ്പൊ അവിടെ കിടക്കട്ടെ, ആ ഒരു സബ്ജക്ട് അവിടെ നമ്മളൊന്ന് മാറ്റി വെച്ചേക്കും അല്ലെ? നമുക്കത് ആ ഒരു സബ്ജക്ട് പഠിക്കാൻ ഇഷ്ടം തോന്നില്ല. എന്നാൽ ആ ടീച്ചറിന് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഓൾറെഡി അത് പഠിച്ചു പോകും. അങ്ങനെ എന്താ അവിടെ ഉദ്ദേശിച്ചത്? ഞാൻ വേറൊരു വഴിക്കേക്ക് പോയി. അധികം നമ്മളൊന്നും സംസാരിക്കാറില്ല, സമയമില്ലാത്തതിന്റെ പേരിലാണ് കേട്ടോ. എന്നുവെച്ചാൽ ഇവിടെ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെ വേണം? ക്ലിയർലി പറഞ്ഞപ്പോഴാണ് അങ്ങനെ പറഞ്ഞു പോയത്. അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ പറയുന്ന കാര്യങ്ങള് വ്യക്തമായിട്ട് വേണം, ക്ലിയർലി. പിന്നെ അടുത്ത് നോക്കി എംപത്തറ്റിക്കലി, സഹാനുഭൂതിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അല്ലെ? നമുക്ക് ആ ഒരു ഇത് വേണം. ചില ആളുകളുണ്ട് അങ്ങനത്തെ ഒരു സ്വഭാവം. അവരെന്തെങ്കിലും ആയാൽ എനിക്ക് എന്താ, ഞാൻ എന്റെ കാര്യം മാത്രം. അങ്ങനെയല്ല. നമ്മള് പേഷ്യൻസിനോട് നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കാം. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അവർക്ക് ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കേട്ട് നമുക്ക് എന്താണ് ആ ഒരു ക്ഷമ കാണിക്കണം. ഒരു നല്ല ഒരു ഇതോടുകൂടി അവരുടെ ഇതൊക്കെ കേൾക്കാനൊക്കെ ഉള്ള കഴിവ് വേണമെന്നാ പറഞ്ഞേക്കുന്നത്. ബോത്ത് വെർബലി ആൻഡ് ഇൻ റൈറ്റിംഗ്. എങ്ങനെ വേണം? വെർബലി വാക്കാനും റൈറ്റിംഗിലും. കണ്ടോ? റൈറ്റിംഗിലും വേണം, വെർബലി ബോത്ത് വെർബലി ആൻഡ് റൈറ്റിംഗ്. വെർബലി റൈറ്റിംഗും ഒക്കെ എന്ത് വേണം? നമുക്ക് എന്താ പറയാ, അത് ക്ലിയർ ആയിരിക്കണം എന്നാ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ വാക്കാലും എഴുതുന്ന റിട്ടേൺ ആണെങ്കിലും ഒക്കെ അവരോട് ക്ലിയർ ആയിട്ടും അവരോട് സഹാനുഭൂതിയോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ അതുപോലെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവർക്ക് വേണം. രണ്ടാമത്തെ നോക്കിയേ, കസ്റ്റമർ സർവീസ് സ്കില്ല്. Non-clinical staff often act as the first point of contact for patients and visitors. Underline the sentence. Non-clinical staff often act as a first point of contact for patients and visitors. Patientsനും visitorsനും ഒക്കെ ആദ്യം കോണ്ടാക്ട് ചെയ്യാനുള്ള ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ആണ്. ആദ്യം തന്നെ നമ്മൾ നേരെ ഓടിയ ഡോക്ടറിന്റെ റൂമിലേക്കാണ് കയറി ചെല്ലുന്നേ? അല്ല അല്ലെ? ആദ്യം റിസപ്ഷനിലാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ ആദ്യം നമ്മളൊരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫിനെ അവരെയാണ് ആദ്യം നമ്മൾ കണ്ടുമുട്ടുന്നത്. ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കണം.
വന്ന പേഷ്യൻസിനോട് നല്ല രീതിയിൽ സംസാരിച്ച് നല്ലോണം ഡീൽ ചെയ്താൽ മാത്രമല്ലേ നമുക്ക് പിന്നീടാണെങ്കിലും അവിടെ വരുള്ളൂ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ഒരു റൂട്ടായിട്ട് പെരുമാറി മോശമായിട്ട് ബിഹേവിയർ കാണിച്ച് പിന്നെ അവര് നമ്മുടെ വീട്ടിലേക്ക് വരുമോ? പിന്നെ അവര് വരുമോ? പോയി പണി നോക്കാൻ പറയും അല്ലേ? അവര് വരില്ല. എന്നാൽ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് നല്ല ഇതൊക്കെ ആവുമ്പോൾ അവര് പിന്നെയും വരും. അതുപോലെ തന്നെ ഹോസ്പിറ്റലില് നമ്മള് നല്ലൊരു എക്സലന്റ് കസ്റ്റമർ സർവീസ് കൊടുക്കുകയാണെങ്കിൽ അവര് വീണ്ടും നമ്മൾ പറയില്ലേ അത് നല്ല ഹോസ്പിറ്റലാണ്, ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം വളരെ ക്ലിയർ ആണ്, നമുക്ക് പെട്ടെന്ന് എല്ലാം ശരിയാക്കി കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ഇത് വരും. നല്ലൊരു കസ്റ്റമർ സർവീസ് കൊടുക്കുക. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. They should maintain excellent customer service skill, which include അതിനകത്ത് ഉൾപ്പെടുന്ന ഏതൊക്കെയാ? The ability to calm and compose in difficult situations. ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെ പെരുമാറണം? കാം, ശാന്തതയായിട്ട് സമാധാനത്തോടുകൂടി പെരുമാറണം കേട്ടോ. Which include the ability to calm. കാം എന്ന് പറഞ്ഞ എന്താ? ശാന്തമായി. And composed എന്ന് പറഞ്ഞാൽ സമാധാനം, ശാന്തമായിട്ടും സമാധാനപരമായിട്ടും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നേരിടാം. ദേഷ്യപ്പെടാനൊന്നും പാടില്ലാണ്, ഒച്ചെടുക്കാനോ ദേഷ്യപ്പെടാനോ പാടില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശാന്തമായിട്ട്, നമ്മള് ദേഷ്യമൊന്നും വരാതെ ശാന്തമായിട്ട് സമാധാനത്തോടു കൂടി കൈകാര്യം ചെയ്യണം. ഹാൻഡിൽ എൻക്വയറീസ് ആൻഡ് കംപ്ലൈൻസ്. എൻക്വയറീസ്, കംപ്ലൈൻസുകള് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യണം, നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം. ആൻഡ് പ്രൊവൈഡ് എ പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവയോൺമെന്റ്. എന്ത് കൊടുക്കണം? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു വെൽക്കമിങ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. എല്ലാവരും നല്ല രീതിയിൽ വെൽക്കം ചെയ്യാനുള്ള ഇത് കൊടുക്കണം. അതുകൊണ്ട് നല്ലൊരു കസ്റ്റമർ സർവീസ് സ്കില്ലും ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് വേണം. ഓക്കെ, ഇനി അടുത്ത നോക്കിയ മൂന്നാമത്തെ ഓർഗനൈസേഷണൽ സ്കില്ല്, ഓർഗനൈസ് ചെയ്യാനുള്ളത്. Hospitals are fast-paced environment with a lot of tasks and responsibilities. ഒരുപാട് ഫാസ്റ്റ് പീസ്ഡ് എൻവയോൺമെന്റ് വിത്ത് എ ലോട്ട് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസ്. ഒരുപാട് ജോലികളും ഉത്തരവാദിത്വമുള്ള ഒരു അതിവേഗ ഒരു ചുറ്റുപാടുകളാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. Hospitals are fast-paced environment with a lot of tasks and responsibility. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടാസ്കുകൾ, ഒരുപാട് ഉത്തരവാദിത്വം ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷമാണ് ഹോസ്പിറ്റല് അല്ലെ? അവിടെ തന്നെ പല പല ടാസ്കുകൾ നടക്കുന്നുണ്ട്, പല ട്രീറ്റ്മെന്റുകള്, അതിന് ബേസ് ചെയ്തിട്ടുള്ള ഇതൊക്കെ, പിന്നെ പല പല ഉത്തരവാദിത്തങ്ങള്, ഇതൊക്കെ ഉള്ള ഒരു ഫാസ്റ്റ് പേസ്ഡ് എൻവയോൺമെന്റ് ആണ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ഹാവ് എ സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽ ടു മാനേജ് ദർ വർക്ക് ലോഡ്, പ്രയോറിറ്റൈസ് ടാസ്ക് ആൻഡ് മീറ്റ് ഡെഡ്ലൈൻസ്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ഹാവ് എ സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽ. അവർക്ക് ശക്തമായിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സ്കില്ല്, ഒരു എന്താ പറയാ, ഒരു ചുമതലകൾക്കൊക്കെ മുൻഗണന നൽകാനും ഈ ജോലിഭാരം നിയന്ത്രിക്കാനും, have a strong organizational skill to manage their workload. അവരുടെ വർക്ക് ലോഡ് മാനേജ് ചെയ്യാൻ, നിയന്ത്രിക്കാനും, prioritize ടാസ്കുകളൊക്കെ, അതായത് prioritize എന്ന് പറയുന്നത് മുൻഗണന നൽകാന്നുള്ളത് കേട്ടോ. ചുമതലകൾക്ക് മുൻഗണന നൽകാനും സമയപരിധി പാലിക്കാനും ഒരു ശക്തമായിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സ്കില്ല് വേണം. ഓക്കെ, ശക്തമായിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ സ്കില്ല് വേണം. എന്തിനു വേണ്ടിയിട്ടാ? നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ഹാവ് എ സ്ട്രോങ് ഓർഗനൈസേഷണൽ സ്കിൽ. എന്തിനു വേണ്ടിയാ? ടു മാനേജ് വർക്ക് ലോഡ് മാനേജ് ചെയ്യാൻ, prioritize ടാസ്കുകൾക്ക് മുൻഗണന നൽകാൻ, ആൻഡ് മീറ്റ് ഡെഡ്ലൈൻസ്, അവരുടെ സമയപരിധി പാലിക്കാനും നല്ലൊരു ശക്തമായ ഒരു സംഘടനാ കഴിവ് വേണം. അടുത്ത് നോക്കിയേ, ടെക്നോളജി സ്കിൽ. Proficiency in using different computer application. കണ്ടോ, ഇപ്പൊ നമ്മളെ IT എന്തായാലും നിർബന്ധമാണ് എല്ലായിടത്തും അല്ലെ? ഒരു പെട്ടിക്കടയിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ കമ്പ്യൂട്ടറിലായിരിക്കും. ഇപ്പൊ പണ്ടത്തെ പോലെ ബുക്കിലൊന്നും എഴുതലൊന്നും ഒന്നുമില്ല അല്ലെ? ബുക്കില് കുത്തിക്കുറിക്കലും കാൽക്കുലേറ്റ് ചെയ്യുന്ന എല്ലാം സിസ്റ്റത്തിലാണ്. ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. ഹോസ്പിറ്റലിലോ അങ്ങനെ പണ്ടത്തെ പോലെ ചീട്ട് ചാർത്തൊക്കെ എടുത്ത് അങ്ങനെയുണ്ടോ? അതൊന്നുമില്ല. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. നമ്മള് ഡോക്ടറിനെ ആണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ അവിടെ കമ്പ്യൂട്ടറിലാണ് എല്ലാം ചെയ്തിട്ട് നേരെ ഇതിലേക്ക് വരുന്നത്, EMR സിസ്റ്റം.
അപ്പൊ അതെന്ന് വെച്ചാൽ നേരെ അപ്പൊ തന്നെ അവിടെ മെഡിസിൻ ഏതാണെന്നാണ് പ്രിസ്ക്രൈബ് ചെയ്തത്, അവിടെ നേരെ ഏതാ ഫാർമസിയിലേക്കാണ് അത് വരുന്നത്. അവിടെ നമ്മൾ ചെന്ന് നിന്നാൽ മതി, നമ്മുടെ ആ MRD അനുസരിച്ച് നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് മരുന്ന് തരും. ചീട്ട് നമ്മുടെ കയ്യിൽ എഴുതി തരുമൊന്നുമില്ല അപ്പൊ, അല്ലെ? സ്കാനിങ് ഒക്കെ ആണെങ്കിലും അതെ, സ്കാൻ ചെയ്ത് ആ ഷീറ്റ് കൊണ്ടൊന്നും നമ്മൾ പോണ്ട. ഇപ്പൊ എന്താ, സ്കാൻ ചെയ്ത് കഴിഞ്ഞ് നേരെ ഡോക്ടറിന്റെ റൂമിൽ ചെന്നാൽ മതി, ഡോക്ടറുടെ സിസ്റ്റത്തിൽ അവിടെ സ്കാനിങ് അവിടെ കാണാം, അല്ലെ? അത്രയും അഡ്വാൻസ്ഡ് ആണ് ഇപ്പോ. അപ്പൊ അത് എന്താ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ റിസപ്ഷനിൽ ഏത് ഇതിലാണെങ്കിലും നമുക്ക് കമ്പ്യൂട്ടർ അത്യാവശ്യമാണ്. അപ്പൊ പ്രൊഫഷൻസി ഇൻ യൂസിങ് ഡിഫറെന്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, അത് അതിനുള്ള ഒരു പ്രാവീണ്യം വേണമെന്ന്. Electronic healthcare record system and other healthcare technology is a vital for non-clinical staff. അപ്പൊ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഈ കമ്പ്യൂട്ടറിലുള്ള ഒരു പ്രാവീണ്യം അത്യാവശ്യമാണ്. They should be comfortable with the technology and willing to learn new system as required. Okay, their ability, അവർക്ക് എന്ത് വേണം, അവരുടെ ടെക്നോളജിയിൽ കംഫർട്ട് ആയിരിക്കണം. They should be comfortable with the technology. ഈ ടെക്നോളജിയിൽ കംഫർട്ട് ആയിരിക്കണം. And willing to learn new system as required. ആവശ്യാനുസരണം പുതിയ സംവിധാനങ്ങൾ പഠിക്കാൻ തയ്യാറുമായിരിക്കണം. ഇതും പണ്ടത്തെ ഇതൊന്നും വെച്ച് വേണ്ട, അല്ലെ? ഇപ്പൊ പുതിയത് എന്താണോ വരുന്നത് അത് കുറിച്ച് പഠിക്കാനും അവര് വില്ലിങ് ആയിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആരൊക്കെ കയ്യിൽ കാശ് കൊണ്ട് കൊടുക്കണ്ട്? വളരെ ലിമിറ്റഡ് ആളുകളെ കയ്യിൽ കാശ് കൊണ്ട് കൊടുക്കണം. എല്ലാം ഗൂഗിൾ പേ ആക്കി. ആ ടെക്നോളജി മാറി ഇപ്പൊ അങ്ങനെയാക്കി. ഇപ്പൊ നമ്മള് പൈസ വേണ്ട, കടയിൽ ചെല്ലാം, സാധനം മേടിക്കുക, സ്കാനിങ് ആണെങ്കിൽ സ്കാൻ വഴി, അത് ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ കൊടുക്കുക, അല്ലെ? അതിപ്പോ നമ്മളത് ആ ഒരു ഇത് കാലത്തിനനുസരിച്ച് നമ്മൾ മാറാനും തയ്യാറാവണം. അപ്പൊ പുതിയ മാറ്റങ്ങള് ടെക്നോളജിയിൽ അവര് കംഫർട്ടബിൾ ആയിരിക്കണം. പിന്നെ അതുപോലെ പുതിയ സംവിധാനങ്ങൾ പഠിക്കാൻ തയ്യാറുമായിരിക്കണം. അല്ല പണ്ടത്തെ പോലെ എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ ഫോളോ ചെയ്യാൻ പറ്റില്ല. പുതിയ ടെക്നോളജി വരുമ്പോൾ അത് പഠിക്കാനും അവര് തയ്യാറായിരിക്കണം. ഓക്കെ, അടുത്ത നോക്കിയേ, അഞ്ചാമത്തെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. Problem solving skill. Non-clinical staff may face various challenges and problem with executing their duties. അവരുടെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് പല വെല്ലുവിളികളും അല്ലെങ്കിൽ പ്രശ്നങ്ങളും വരാം. അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ പല ചലഞ്ചുകളും പ്രോബ്ലങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും നോൺ-ക്ലിനിക്കൽ സ്റ്റാഫിന്. Non-clinical staff may face various challenges and problems while executing their duties. അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്ന ഇടയിൽ പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരാം. The ability to think critically. അവർക്ക് എങ്ങനെയാ ഒരു വിമർശനാത്മകമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് വേണം. ഇവാലുവേറ്റ് സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻസിനെ ഇവാലുവേറ്റ് ചെയ്ത് ഒരു എന്താ പറയാ, വിമർശനാത്മകമായിട്ട് ക്രിട്ടിക്കലി അവര് ആ സിറ്റുവേഷൻ അനുസരിച്ച് തിങ്ക് ചെയ്ത് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് വേണം. And find adequate solution is valuable in ensuring smooth operation and addressing issues promptly. അതുപോലെ തന്നെ എന്താ പറഞ്ഞേക്കണേ, അവിടുത്തെ സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് വാല്യുബിൾ ഇൻ എൻഷുറിങ് സ്മൂത്ത് ഓപ്പറേഷൻസ്, അവരുടെ സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉടനടി പരിഹരിച്ച് വിമർശനാത്മകമായിട്ട് ചിന്തിക്കാനും വിലയിരുത്താനും അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു കഴിവ് വേണം. ഇപ്പൊ മിക്കവാറും നമ്മൾ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ, ഈ OP-യിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി പേരുണ്ടാവും. അവിടെ ക്രിട്ടിക്കൽ ആയിട്ടൊക്കെ വരുന്ന ആളുകൾക്കാണ് പ്രിഫറൻസ് കൊടുക്കണത്, അല്ലെ? അല്ലാതെ ബാക്കിയുള്ളവർ അവിടെ വെയിറ്റ് ചെയ്യണം. അവിടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ നേരെ മറിച്ച് അവിടെ നിൽക്കുന്ന ആൾക്ക് അറ്റൻഡൻസിനൊക്കെ കിട്ടും ചീത്ത, അല്ലെ? ഞങ്ങളല്ല ആദ്യം വന്നത്, എന്നിട്ട് നിങ്ങൾ എന്താ കയറ്റി വിടാത്ത, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ അതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞോളൂ. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് നേരിടേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യണം? അത് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി അതിനെ വിലയിരുത്തി അതിന് ഉടനടി തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള, അത് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന് ഒരു ദോഷമൊന്നും ആവാത്ത രീതിയിൽ എന്താണ് നല്ല രീതിയിൽ തന്നെ ഒരു സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള കഴിവ് വേണം അവർക്ക്. ക്ലിയർ ആയോ? അത് ഡീറ്റെയിൽ പറയണ്ടല്ലോ, അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, ക്ലിയർ ആണോ? അഞ്ചാമത്തെ. യെസ്. ഇനി ആറാമത്തെ നോക്കിയേ,
കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ് എന്താണ്? രഹസ്യാത്മകത ആൻഡ് ധാർമ്മികത. എത്തിക്സ് എന്ന് പറഞ്ഞാൽ ധാർമ്മികത. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൺ ഹാവ് എ എൻട്രി ടു സെൻസിറ്റീവ് പേഷ്യൻസ് ഇൻഫർമേഷൻസ്. ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ വിവരങ്ങളിലേക്കുള്ള ഒരു എൻട്രി നോൺ ക്ലിനിക്കൽ സ്റ്റാഫിനുണ്ട് എന്നുള്ളത്. പലപ്പോഴും സെൻസിറ്റീവ് പേഷ്യൻസിന്റെ വിവരങ്ങളിലേക്കുള്ള ഒരു എൻട്രി ഉണ്ട്. അത് ഡീറ്റെയിൽ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് നെസസറി ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റിക്ക് ടു കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്, കീപ്പിംഗ് ദ പേഷ്യന്റ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ടിങ് കോൺഫിഡൻഷ്യൽ ഡേറ്റ. പേഷ്യന്റിന്റെ പ്രൈവസി, നമുക്ക് ഓരോരുത്തർക്കും പ്രൈവസി ഉണ്ട് അല്ലെ? നമ്മുടെ പ്രൈവസി കാത്തു സൂക്ഷിക്കുന്നതിനും രഹസ്യാത്മക സ്വഭാവമുള്ള ഡേറ്റാസ് സംരക്ഷിക്കുന്നതിനും ഒക്കെ ഉള്ളൊരു ഉത്തരവാദിത്വം എത്തിക്സിന്റെ സ്റ്റാൻഡേർഡ് പാലിക്കുകയും കോൺഫിഡൻഷ്യാലിറ്റി എത്തിക്സ് ഇതിന്റെയൊക്കെ സ്റ്റാൻഡേർഡ് പാലിക്കുകയും ചെയ്യേണ്ടത് ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ ഉത്തരവാദിത്വം ഉണ്ട്. അതായത് ഇത്രേ ഉള്ളൂ, പേഷ്യൻസിനുള്ള പ്രൈവസി കാത്തു സൂക്ഷിക്കുക, പിന്നെ അവർക്കുടെ സ്റ്റാൻഡേർഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡുകളൊക്കെ കീപ്പ് ചെയ്യുക, കോൺഫിഡൻഷ്യാലിറ്റി എത്തിക്കൽ സ്റ്റാൻഡേർഡുകളൊക്കെ കീപ്പ് ചെയ്യുക, അവരുടെ പേഷ്യൻസിന്റെ രഹസ്യാത്മകമായിട്ടുള്ള ഡേറ്റാസ് ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കുക, അതിനൊക്കെ ഉള്ളൊരു ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ അടുത്ത് നോക്കിയേ, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ. ടീം വർക്ക് ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോലി അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നോൺ ക്ലിനിക്കൽ ഇത് എന്താണ്? ഒരു ടീം വർക്കാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഒരു എഫേർട്ടിന്റെ ഫലമാണ് ഇത് എന്ന് പറയുന്നത്. ആൻഡ് കൊളാബറേഷൻ. കൊളാബറേഷൻ എന്ന് വെച്ചാൽ സഹകരണം. Teamwork and collaboration. Hospitals are interdisciplinary settings that need collaboration among various departments and staff members. Okay, hospitals are interdisciplinary settings that need collaboration among പല ഡിപ്പാർട്ട്മെന്റുകളും സ്റ്റാഫ് മെമ്പേഴ്സ് തമ്മിലുള്ള ഒരു സഹകരണമാണ്. സഹകരണം അത്യാവശ്യമാണെന്ന് ഹോസ്പിറ്റലിന്റെ ഒരു നല്ലൊരു ഇന്റർഡിസിപ്ലിനറി സെറ്റിംഗ്സിൽ നമുക്ക് എല്ലാവരും പല ഡിപ്പാർട്ട്മെന്റുകളും സ്റ്റാഫ് മെമ്പേഴ്സും തമ്മിലുള്ള ഒരു സഹകരണം ആവശ്യമാണ്. സ്റ്റാഫ് മെമ്പേഴ്സ് തമ്മിൽ ഒറ്റപ്പാടുള്ളവരാണെങ്കിൽ പറ്റുമോ? അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഒരു പൊരുത്തമില്ലായ്മ അങ്ങനെയാണെങ്കിലും പറ്റില്ല. ഇവരുടെ പല ഡിപ്പാർട്ട്മെന്റുകളുടെ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ ഒക്കെ ഒരു കൊളാബറേഷൻ, ഒരു സഹകരണം ഈ എന്താ ഹോസ്പിറ്റലിന്റെ വിജയത്തിന് അത്യാവശ്യമാണത്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ബി ഏബിൾ ടു വർക്ക് ഇൻ എഫക്റ്റീവ് മാനർ ആസ് പാർട്ട് ഓഫ് ടീം. ഒരു നല്ല രീതിയിൽ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെ അവർ വർക്ക് ചെയ്യണം, ഒരു ടീമായിട്ട് തന്നെ വർക്ക് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് കൊളീജിയസ് സഹപ്രവർത്തകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവരുമായിട്ട് നല്ലൊരു കോർഡിനേഷൻ വേണം. ആൻഡ് ഡൊണേറ്റ് എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. എന്ത് ചെയ്യണം? ഒരു നല്ലൊരു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഡൊണേറ്റ് എ പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് ഡൊണേറ്റ് ചെയ്യണം. നല്ലൊരു തൊഴിൽ അന്തരീക്ഷം സംഭാവന ചെയ്യണം. ഇനി അടുത്തത് ഒരെണ്ണം അഡാപ്റ്റബിലിറ്റി ആണ്. ഇതും കൂടി നോക്കാം അല്ലെ? അല്ലെങ്കിൽ അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയോ? 7 എണ്ണം മതി അല്ലെ? അപ്പൊ 7 പോയിന്റ്സ് നമ്മൾ പറഞ്ഞോളൂ. ഇന്ന് തീർക്കാന്ന് വിചാരിച്ചാണ്. സാരില്ല, 3 പോയിന്റ്സ് ഉണ്ട്, ഒരു ചെറിയ ഇത് കൂടി ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ ക്ലാസ് ഈ ഒരു ചാപ്റ്റർ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു. ഈ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയാണ്. എന്താ വെച്ചാൽ നമുക്ക് ഇനി ഷെറീന മിസ്സിന്റെ നിങ്ങൾ 2-3 ചാപ്റ്ററുകളൊക്കെ എടുക്കാനില്ലേ? ഇനി മിസ് തന്നെ ഇരുന്ന് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ഞാൻ ഒരു ചാപ്റ്റർ കൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിടാണ്. ഇനി അതിന് ആരെങ്കിലും ജോയിൻ ചെയ്യുന്ന അറിയില്ല, എങ്കിലും എന്താ പറയാ, ഒരു ചാപ്റ്റർ കൂടി നിങ്ങൾ പ്രിന്റ് എടുത്ത് വെച്ചേക്കാം. നമുക്കല്ലേ കൂടുതൽ ക്ലാസ് വരുന്നത്, ആഴ്ചയിൽ 3 ക്ലാസ് എനിക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയ ഒരു ചാപ്റ്റർ കൂടി മേടിച്ചിട്ടോ. ഒരെണ്ണം നമ്മൾ തീർക്കും, ഓൾറെഡി തീർത്തിട്ടില്ല, അടുത്ത ക്ലാസ്സിൽ തീർക്കും. റെസ്പോൺസിബിലിറ്റി രണ്ടാമത്തെ ഒരു അതാരാണ് ചോദിച്ചത്? നെഹ്റിനാണല്ലോ. എങ്ങനെ മനസ്സിലായി? ബേസിക് കമ്പ്യൂട്ടർ ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലായി നെഹ്റിൻ? ജസ്റ്റ് ഒന്ന് ഞാൻ അൺമ്യൂട്ട് ചെയ്യട്ടെ. ഓക്കെ, അൺമ്യൂട്ട് നല്ലൊരു കഴിവുണ്ടല്ലോ. നിഷാമാം പറഞ്ഞോ? എപ്പൊ പറഞ്ഞേ നിഷാമാം? അത് ശരി. ഞാനോർക്ക് നെഹ്റിന് ഇത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഓക്കെ, ഫസ്റ്റ് അവർ ആണോ? ഓക്കെ, ഇതിന്റെ ഇപ്പൊ നമ്മുടെ തീർന്നല്ലോ. ഇനിയിപ്പൊ നമുക്ക് ആഴ്ചയിൽ ക്ലാസ് കൂടുതൽ വരുന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയിപ്പൊ അതിൽ ആരെങ്കിലും ഷെയർ ചെയ്തെടുക്കുമെന്ന് അറിയില്ല. ബേസിക് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയും. നമ്മൾ പറഞ്ഞില്ല, ഇപ്പൊ ഈ പോയിന്റിൽ തന്നെ നമ്മൾ പറഞ്ഞു. എന്തായാലും ബാക്കി
എല്ലാവരും കംപ്ലീറ്റ് ആയോ? നിഷ മാമിന്റെ കംപ്ലീറ്റ് ആയോ? ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടേക്കാണ്. ശരണ്യ മിസ്സിന്റെ ബാക്കിയുണ്ടോ? ആരാ ഒന്ന് പറയോ? ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ഒന്ന് പറഞ്ഞേ. ശരണ്യ മിസ്സിന്റെ ഏതാ നിങ്ങൾക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്? ബേസിക് ഇൻഫർമേഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ മിസ്? 4 പേജ് എടുത്തിട്ടുണ്ടായിരുന്നു ടീച്ചർ. ആ ചാപ്റ്ററിൽ 4 പേജ് എടുത്തിട്ടുണ്ടായിരുന്നു ശരണ്യ മിസ്. അതെ, 4 പേജ് എടുത്തിട്ടുണ്ട് അല്ലേ? ബേസിക് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലേ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം മാം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാനൊന്ന് പറയാം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മുടെ എന്തായാലും ഇത് 12ാമത്തെ ആട്ടാം ഞാൻ എടുക്കാൻ പോണത്. 12 ചാപ്റ്റർ ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്റെ വന്നത് അല്ലാത്ത, പക്ഷെ ഷെറീന മാം ഇപ്പൊ എടുക്കുന്നത് മിസ്സിന്റെ കുറച്ച് ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ആവാനുള്ളത് കൊണ്ട്, പിന്നെ നമുക്ക് കൂടുതൽ ക്ലാസ് ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തതാണ്. റെസ്പോൺസിബിലിറ്റി തീർന്നിട്ടില്ല. നമ്മൾ 7 പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളൂ. ആദ്യത്തെ നമുക്കത് അടുത്ത ക്ലാസ്സിൽ തീർക്കാം. ഇനി വെനസ്ഡേ ഉണ്ടല്ലോ, വെനസ്ഡേ അത് തീർക്കും. പിന്നെ അടുത്തത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ ആണ്. അത് നമ്മുടെ 4th മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ, 11ാമത്തെ ചാപ്റ്റർ. അപ്പൊ അതൊന്ന് നിങ്ങൾ പ്രിന്റ് എടുത്ത് വെച്ചേക്കുക. പേടിക്കൊന്നും വേണ്ട, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചാപ്റ്റർ ആണ്, സിമ്പിൾ ആണ്. അതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അതാണ് ആദ്യത്തെ സെക്ഷൻ വരുന്നത്. മൈക്രോസോഫ്റ്റ് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അതെന്താണ് ജസ്റ്റ് അതിനകത്തുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിടാം. നോക്കട്ടെ, ഇവിടെ ഒന്ന് ടെക്നിക്കലുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ടേ ഞാൻ ഒന്ന് ജസ്റ്റ് ആ സ്ക്രീനൊക്കെ ഒന്ന് ഞാൻ കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. MS വേർഡിന്റെ, എക്സലിന്റെ, പവർ പോയിന്റ്, അത് മൂന്നും അത് ഹോസ്പിറ്റലിൽ എവിടെയാണ് അതൊക്കെ ആപ്ലിക്കബിൾ ചെയ്യുന്നതെന്നുള്ളതും ഒക്കെയാണ് ആ ഒരു ചാപ്റ്ററിൽ വരുന്നത്. കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പൊ ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ ഞാനിവിടെ ടെക്നിക്കലിലൊന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചാണ് ഓരോന്ന് എടുക്കുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അത്യാവശ്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ, വേർഡൊക്കെ അറിയാലോ. മൈക്രോസോഫ്റ്റ് വേർഡ് ഒക്കെ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചിട്ടില്ലേ? കുറച്ചൊക്കെ നിങ്ങൾ ബേസിക് ഒക്കെ പഠിച്ചിട്ടുണ്ടാവോ? വേർഡ്. അപ്പൊ ആ ഷീറ്റ് ഒന്ന് ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരുവാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആവും. വേർഡ് ഉണ്ട്, എക്സൽ ഉണ്ട്, പവർ പോയിന്റ് ഉണ്ട്. അത് 3 അതിന്റെ ഓരോ ഇത് ജസ്റ്റ് അതിനകത്ത് വരുന്ന ടൂൾസുകൾ, കാര്യങ്ങള്, പിന്നെ അത് കമ്പ്യൂട്ടർ, അതൊക്കെ എവിടെയൊക്കെ വേർഡ് എവിടെയൊക്കെയാണ് ഹോസ്പിറ്റലിൽ ആപ്ലിക്കബിൾ ആവുന്നത്, എക്സലിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അങ്ങനെയുള്ളതൊക്കെ കുറച്ച്. എന്തായാലും നിങ്ങൾ അതൊന്ന് പ്രിന്റ് എടുത്ത് വെച്ചേരെ കേട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് ബേസിക് ഓഫ് കമ്പ്യൂട്ടർ 4th മൊഡ്യൂളിലെ 11ാമത്തെ ചാപ്റ്റർ. ഓക്കെ, എനിക്ക് ക്ലാസ് കൂടുതലുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വന്ന് ശല്യപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ചാപ്റ്റർ തീർന്നേനെ. ഓക്കെ, നമ്മുടെ ആ ലാസ്റ്റ് ചാപ്റ്റർ നമ്മുടെ തീർന്നേനെ. പക്ഷെ ക്ലാസ് കൂടുതലുള്ളത് കൊണ്ട് എടുത്തിട്ടുണ്ടോ? ഏതാ എടുത്തേക്കുന്നേ? പ്രിന്റ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞേ. ഞാനൊക്കെ ഈ ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരു സമാധാനമായില്ല, ഒരു ചാപ്റ്റർ കുറഞ്ഞു കിട്ടിയില്ലെന്ന് വിചാരിച്ചതാണ്. ഓക്കെ, പ്രിന്റ് എടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അടുത്ത ക്ലാസ് ബുധനാഴ്ചക്കല്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞ ശരണ്യ മിസ് 4 പേജ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം 4 പേജ് എടുത്തിട്ടുള്ളൂ എന്നല്ലേ? അതിന്റെ ബാക്കി എടുക്കാനുണ്ടെന്നല്ലേ പറഞ്ഞേക്കുന്നത്? അത് ഞാൻ അവിടെ ഒന്ന് നോക്കട്ടെ കേട്ടോ. നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തോളൂ കേട്ടോ പിള്ളേരെ. എല്ലാ മൊഡ്യൂളിലും നിങ്ങളുടെ എല്ലാ ചാപ്റ്ററും ഫിനിഷ് ആയോ എടുത്തോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാം കംപ്ലീറ്റ് ആക്കണം. നമുക്ക് എക്സാമിന് മുന്നേ എല്ലാവരും ഒന്ന് ഉറപ്പ് വരുത്താം. ഇവിടെ നോക്കുന്നുണ്ട് നമ്മുടെ എത്രാമത്തെയാ ഇനി ബേസിക് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ 12ാമത്തെ ചാപ്റ്റർ. 10 ചാപ്റ്റർ ആയിരുന്നു ഓൾറെഡി എനിക്ക് ഉണ്ടായിരുന്നത്. 2 ചാപ്റ്റർ കൂടി എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം കൂടി ഒന്ന് നോക്കണം നിങ്ങൾ കേട്ടോ. അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? പല ടീച്ചേഴ്സ് അല്ലേ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കാര്യം ഫസ്റ്റ് ഡിവൈഡ് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. എല്ലാവരും എന്തായാലും ഒരാളെയും കൊണ്ട് പറ്റില്ലല്ലോ, അത്രയും ചാപ്റ്ററുകളില്ലേ. അതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഞാനെങ്കിലും ഇതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ചപ്പോ ശരണ്യമാൻ പോയി ഇപ്പൊ പറഞ്ഞാലല്ലേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ അത് ഞാൻ അവിടെ പറയാം. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ, ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾ എടുക്കാത്തുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, ബൈ. താങ്ക് യു മാം.